പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് രാത്രികാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുശാസ്ത്രത്തിൻ്റെ 21ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇതിനെ വേദിയൊരുക്കുന്ന മിഷനേഷിയുടെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് ജോഷി പാസ്റ്റർ, ജസ് ബ്രദർ തുടങ്ങിയ മിഷനേഷിയുടെ എല്ലാ ടീമംഗങ്ങൾക്കും, അതോടൊപ്പം തന്നെ ഈ ക്ലാസ് റെഗുലറായിട്ട് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രാത്രികാല വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം വീണ്ടും ക്രിസ്തുശാസ്ത്രത്തിൻ്റെ പുതിയ അധ്യായവുമായിട്ട് ഒരുമിച്ച് സന്ധിപ്പാൻ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുകയും സകല മാനവും മഹത്വവും ആദരവും ആരാധനയും എല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യേശു ഇന്ത്യയിൽ വന്നു എന്ന ചില അഹമ്മദീയ വാദവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ റഷ്യൻ ജേർണലിസ്റ്റായ നിക്കോളാസ് ന്യൂട്ടോവിച്ച് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി മുന്നോട്ട് വച്ചിരിക്കുന്ന യേശു ഇന്ത്യയിൽ വന്നു എന്ന പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായി തീർന്നു. യേശു ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നത് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി വിവിധ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സമർത്ഥിപ്പാനിടയായി തീർന്നത് എല്ലാവർക്കും ആ ക്ലാസ് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ 13ാമത്തെ വയസ്സ് മുതൽ 12ാമത്തെ വയസ്സിൽ യേശു ദൈവാലയത്തിൽ സംവദിക്കുന്ന വിഷയം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ 13ാം വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെ ഉള്ള കാലം, 29ാമത്തെ വയസ്സ് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേക ഒരു രേഖകളൊന്നും തന്നെ ബൈബിളിൽ കാണുന്നില്ല എന്ന വാദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാലയളവിൽ ഒരു സീക്രട്ട് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന നിലയിലൊക്കെ ആളുകൾ ഗ്രന്ഥരചനയ്ക്കൊക്കെ തുനിയുകയും യേശു ഇന്ത്യയിൽ വന്നു എന്നും വേദങ്ങൾ പഠിച്ചു എന്നും ബുദ്ധമതക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചില കാലഘട്ടങ്ങൾ, ഈ കാലഘട്ടം മുഴുവൻ ആ നിലകളിൽ ലോകത്തിലുള്ള വിവിധ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം അവരുടെ ആശയ വിഷയങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. മാജിക്ക് പഠിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പല പഠനങ്ങൾ നടത്തിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് 30ാമത്തെ വയസ്സ് മുതൽ യേശു തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പല അത്ഭുതങ്ങൾ ചെയ്തതും അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുത്തതും എല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന നിലയിലാണ് ഇത്തരം വാദഗതികൾ ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ആ നിലകളിൽ പലസ്തീൻ്റെ ബൗണ്ടറിക്ക് വെളിയിൽ, പലസ്തീൻ്റെ അതിരുവിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു ആ നിലകളിൽ എവിടെയും ചെറിയ ശിശുവായിരുന്ന സമയത്ത് അപ്പനമ്മമാരോടുകൂടി മിസ്രൈമിൽ പോയതൊഴിച്ചാൽ മറ്റെവിടെയും സഞ്ചരിച്ചിട്ടില്ല എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 15ാമത്തെ അധ്യായത്തിൽ യേശു സോർ സീദോൻ പ്രദേശങ്ങളിൽ, അത് പലസ്തീൻ്റെ അതിർത്തി പ്രദേശമാണ്, അതിര് വിട്ടപ്പുറം കടന്നു എന്ന് കാണുന്നില്ല, അതിരോളം ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒഴിച്ചാൽ പ്രത്യേകിച്ച് പലസ്തീൻ്റെ ബൗണ്ടറിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ആ കാലഘട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ ശിഷ്യന്മാർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും അതിനുശേഷം കർത്താവ് പ്രത്യേകിച്ച് അന്ത്യകൽപ്പനയായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണം കർത്താവ് ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ അനന്തര നടപടികളിലേക്ക് കർത്താവ് പ്രവേശിക്കുകയും അല്ലെങ്കിൽ പിന്നീട് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന കാര്യമൊക്കെയാണ് തുടർന്ന് സുവിശേഷങ്ങളിലും അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ കർത്താവ് തന്നെയും പലസ്തീൻ്റെ അതിർത്തി വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആയതിനാൽ തന്നെയും 13ാമത്തെ വയസ്സ് മുതൽ 29ാമത്തെ വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ യേശുവിന് എന്ത് സംഭവിച്ചുള്ള വിഷയങ്ങളെല്ലാം വളരെ വ്യക്തമായ നിലകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ 30ാമത്തെ വയസ്സ് മുതൽ യേശു എന്ത് കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതെല്ലാം നമുക്ക് 4 സുവിശേഷങ്ങളിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികൾ 1ാമത്തെ അധ്യായം 8ാമത്തെ വാക്യം വരെയുള്ള വിഷയങ്ങൾ ആ ഒരു ഭാഗത്തും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 4 സുവിശേഷകർ അവരുടേതായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട്
യേശുക്രിസ്തുവിൻ്റെ ഐഹിക കാലഘട്ടത്തിൽ, യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു എന്തെല്ലാം ചെയ്തെടുത്തു എന്നുള്ളത് വളരെ ക്രമാനുഗതമായ നിലകളിൽ നമുക്ക് ഈ 4 സുവിശേഷങ്ങളും നിരത്തി വെച്ചുകൊണ്ട് ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ആണ് ഒരു ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ ഭാഗങ്ങൾ കൃത്യമായ നിലകളിലുള്ള ക്രമാനുഗതമായ യേശുവിൻ്റെ ആ പ്രവർത്തന രേഖകൾ പല പല ഈ 4 സുവിശേഷങ്ങളിലൂടെയും വേറിട്ട ഓരോരോ സംഭവങ്ങൾ ക്രമാനുഗതമായി അടുക്കും ചിട്ടോടുകൂടി ആ നിലകളിൽ ചിന്തിക്കാമെന്നാണ് അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ശ്രദ്ധയോടെ തന്നെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടം ആരംഭം കുറിക്കുമ്പം തന്നെ സ്നാനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ, അത് യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായത്തിൽ തന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് പറയുന്ന ആ ശബ്ദം, ആ വോയിസ് ആണ് എന്ന് യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. യോഹന്നാനെ കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ ഇവിടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് അവിടെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ മാനസാന്തര സ്നാനത്തിലേക്ക് ജനത്തെ നയിച്ച ഒരു വ്യക്തിപ്രഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സങ്കീർണമായ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്ന നിലയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ തൻ്റെ ശുശ്രൂഷ നമുക്ക് അവിടെ കാണാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട വ്യക്തിയാണ് ഒരു കണക്കിന് യോഹന്നാൻ സ്നാപകൻ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്താലുള്ള നിയോഗം പ്രത്യേകാൽ പ്രാപിച്ച്, ഇത് കാലഘട്ടങ്ങൾക്ക് മുമ്പേ പ്രവചിക്കപ്പെട്ട ഒരു വിഷയമാണ്. കാരണം യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായത്തിൽ ഈ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തി എന്നോണം ഈ വ്യക്തി വേഷവിധാനങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. പൗരോഹിത്യ വസ്ത്രമോ കാര്യങ്ങളൊന്നുമല്ല, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജീവിതശൈലി, ഭക്ഷണക്രമങ്ങൾ, വേഷവിധാനങ്ങൾ, ശുശ്രൂഷ തലങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് എന്നത് നമുക്ക് യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഉപരിയായി മാനസാന്തര സ്നാനം ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട്, ഫോർ റണ്ണറായിട്ട് യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രവാചക ശബ്ദം അല്ലെങ്കിൽ ഒരു ദൈവശബ്ദം ആ നിലകളിൽ ജനങ്ങൾ കേട്ടത്. അതുകൊണ്ട് ആകാംക്ഷയോടുകൂടി ജനം അടുത്തു വരുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യോഹന്നാന്റെ ശബ്ദം കേൾക്കുമ്പോൾ. മലാഖിക്ക് ശേഷം പിന്നീട് ഒരു ദൈവശബ്ദം എന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവാത്മപ്രേരിതമായ ഒരു ശബ്ദത്തിന്റെ ഒരു ശ്രവണമാത്രയിൽ ജനമെല്ലാം ഓടിയെടുക്കുകയാണ്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചിട്ടും ആ പ്രത്യേക പ്രതികരണമൊന്നും ആ നിലകളിൽ ഇല്ലാതെ തന്നെ, പ്രകോപിതരാകാതെ ആ ശബ്ദം കേട്ട് എന്താണ് തങ്ങളോട് യോഹന്നാൻ സ്നാപകന് പറയാനുള്ളത് എന്നത് സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് ഈ യോഹന്നാൻ സ്നാപകന്റെ സ്നാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാനെ കുറിച്ച് പരാമർശിക്കുന്നു, യേശുക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ചും 4 സുവിശേഷങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് ആ വിഷയം കുറച്ച് വ്യക്തമായിട്ട് തന്നെ ആ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ യോഹന്നാൻ കടന്നു വരുന്നു. അവിടെ 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യെരൂശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ കരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അപ്പൊ പാപം ഏറ്റുപറഞ്ഞിട്ടുള്ള സ്നാനമാണ് അവിടെ നടന്നിട്ടുള്ളത്. മാനസാന്തര സ്നാനമാണ്. മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിന് അന്തരമുണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സ്നാനം അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള സ്നാനമായതിനാൽ നിശ്ചയമായും അത് മാനസാന്തര സ്നാനം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആ നിലകളിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അവന്റെ സ്നാനത്തിന് വേണ്ടി പരീശന്മാരിലും സദൂക്യരിലും ചിലര് വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നിലകളിൽ അവരോട് ആവശ്യമായ ചില ഉപദേശങ്ങളൊക്കെ അവിടെ യോഹന്നാൻ സ്നാപകൻ കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തു തന്റെ പിന്നാലെ വരുന്നവനാണെന്നും അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനാണ്, പരിശുദ്ധാത്മാവിലും തീയിലും ഉള്ള സ്നാനം കൊടുക്കുന്നവനാണ് എന്ന് യോഹന്നാൻ പ്രസ്താവിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ
അനന്തരം യേശു യോഹന്നാനെ സ്നാനം ഏൽക്കുന്നതിന് വേണ്ടി യോർദാൻ കര കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗലീലയിൽ നിന്നാണ് വന്നത്. അപ്പോൾ യേശു ഗലീലയിലാണ്, അതുവരെ ഗലീലയിലെ നസറേത്തിലാണല്ലോ ജീവിച്ചത്. അപ്പോൾ ഏതാണ്ട് 70, 75, 80 അത്രയും മൈൽ ദൂരം സഞ്ചരിച്ച് ഈ യഹൂദ്യയിലുള്ള ഈ പറയുന്ന യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്ന ഐനോൻ ആ പ്രദേശത്ത് അവിടെ കടന്നു വന്നാണ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നത്. അവിടെ യേശു യോഹന്നാനെ സ്നാനമേൽക്കുവാൻ, അതിന്റെ മത്തായിയുടെ സുവിശേഷം 3:13 മുതൽ കാണുന്നു, യേശു യോഹന്നാനെ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്കാണ് ആവശ്യം, നീ എന്നാൽ സ്നാനമേൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്, 15-ാമത്തെ വാക്യം, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. യേശുവിനെ ഈ മാനസാന്തര സ്നാനം എന്ന പാപം ഏറ്റുപറഞ്ഞുകൊണ്ട്, അവിടെ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നാനം ഏറ്റു എന്ന് തന്നെ കാണുന്നു. ആ നിലയിൽ ഒരു സ്നാനം ഏൽക്കേണ്ട ആവശ്യം, പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്നാനം ഏൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്തിന് ആ സ്നാനം ഏറ്റു എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നത്. അതുകൊണ്ട് തീർച്ചയായും അതാണ് അതിന്റെ പരമപ്രധാനമായ വിഷയം എന്ന് മാത്രമല്ല, ഞാൻ അതിനകത്ത് കാണുന്ന മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതുവരെയും ആളുകൾ ഈ സ്നാനമേറ്റ്, ഇവിടെ യെരുശലേമിലും യഹൂദ്യ ദേശക്കാരും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും, അതുപോലെ പരീശരിലും സദൂക്യരിലും ഒക്കെ ഉള്ള ആളുകൾ വന്ന് സ്നാനമേൽക്കുന്നതായിട്ട് കാണുന്നു. ആ നിലകളിലുള്ള ഒരു സ്നാനം, അവരെല്ലാം സ്നാനം കഴിച്ച സ്ഥിതിയിലല്ല യേശുവിന്റെ സ്നാനത്തിന്റെ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യത്യസ്തമായ നിലകളിൽ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നതായിട്ട് കാണാം. അത് യേശുവിന്റെ സ്നാനത്തിൽ അവിടെ ത്രിയേകത്വം വെളിപ്പെടുന്ന ഒരു വേദിയായിട്ട് നമുക്ക് ആ സ്നാനത്തിന്റെ ഘട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അതുവരെ ആളുകൾ സ്നാനം കഴിക്കുമ്പോൾ അവർ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ആ ഒരു പ്രത്യേക അനുഭൂതി അവരെ അനുഭവിപ്പാനിടയായി, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർക്കൊരു മാനസാന്തരവും ഒക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്ഥിതിയിൽ ജനമെല്ലാം സ്നാനമേറ്റു, അവരെല്ലാം സ്നാനപ്പെടുത്തി യോഹന്നാൻ വിടുന്നതായിട്ട് കാണാം. സ്നാനം എന്ന് പറയുന്നത് തന്നെ അവിടെ പല വിധത്തിലുള്ള സ്നാനം ഉണ്ടായിരുന്നു. ഈ പറയുന്ന യോഹന്നാന്റെ മാനസാന്തര സ്നാനം, അതുകൂടാതെ അതുപോലെ യഹൂദരുടെ മതത്തിലേക്ക് ചേർക്കാനുള്ള പ്രോസിലേറ്റ് ബാപ്റ്റിസം, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നയാൾ സ്നാനപ്പെടുന്ന, അതുകൊണ്ട് മോക്ഷം ലഭിക്കുമെന്നുള്ള വിശ്വാസം അവിടെ പ്രബലമായിരുന്ന അത്തരം സമൂഹങ്ങളുണ്ട്. അങ്ങനെ വിവിധ സ്നാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി, പ്രത്യേക ഒരു കർമ്മത്തിന് വേണ്ടി, പ്രത്യേക ഒരു പ്രത്യേക ഏതെങ്കിലും നിയോഗം പ്രാപിച്ച ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു സ്നാനമേൽക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സ്നാനവും ഇവിടെ മാനസാന്തര സ്നാനം എന്ന നിലകളിൽ ജനമത് ഏൽക്കുന്ന ഒരു വ്യത്യസ്തത, ഒരു മനസ്സിന് രൂപാന്തരം, ഒരു മനസ്സിന് അന്തരം, ഒരു പുതുക്കം എന്ന നിലയിൽ ഒരു പുതിയ ലൈഫ്, ഒരു ന്യൂ ലൈഫ് ആഗ്രഹിച്ചുകൊണ്ട് ജനം ആ സ്നാനം ഏൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്. അതുകൊണ്ട് ആ നിലകളിലും ഒരു പുതിയ നിയോഗം എന്ന നിലയിൽ നമുക്ക് ഈ പറയുന്ന യോഹന്നാന്റെ സ്നാനം ആ നിലകളിൽ കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യേശു സ്നാനം ഏൽക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ യേശു സ്നാനം ഏൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെ പറയുന്ന കാര്യം, യോഹന്നാൻ ഈ കാര്യം, നീ എന്നാൽ സ്നാനം ഏൽക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇപ്പോൾ സമ്മതിക്കാം എന്ന് പറയുന്നു. കാരണം എന്താണ്? ഇപ്പോൾ നീ സമ്മതിക്കുക, കാരണം ഇതുവരെയും നീ കഴിച്ച സ്നാനത്തിന്റെ നിലയല്ല ഇനിയിപ്പോൾ അടുത്ത നിമിഷത്തിൽ നീ കാണാൻ പോകുന്നത് എന്ന ധ്വനി അതിൽ കാണാൻ സാധിക്കുന്നു. കാരണം എന്താണ്? ഈ യോഹന്നാൻ ഇതുവരെയും സ്നാനം കഴിക്കുന്ന സമയത്ത് സംഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നു. അത് മറ്റൊന്നുമല്ല, ത്രിയേകത്വം വെളിപ്പെടുന്നു. അവിടെ പിതാവായ ദൈവം അവിടെ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പുത്രൻ അവിടെ വെള്ളത്തിൽ നിൽക്കുന്നു.
ഈ നിലകളിൽ അല്ലെങ്കിൽ സ്നാനമേൽക്കുന്നു. ആ നിലകളിൽ ത്രിയേകത്വത്തിന്റെ സമ്മേളന വേദിയായിട്ട് ആ ഒരു സന്ദർഭത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ യോഹന്നാൻ ഇതിനു മുമ്പ് ആരെ സ്നാനം കഴിപ്പിച്ചപ്പോഴും ഉണ്ടായിട്ടുള്ള വിഷയമല്ല. അതിനുശേഷവും, യേശുവിന്റെ സ്നാനത്തിന് ശേഷവും യോഹന്നാന്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല. അതുകൊണ്ട് ഇപ്പോൾ സമ്മതിക്കാം, നീ ഈ മാനസാന്തര സ്നാനം ഏൽക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ സമ്മതിക്കുക, നീ വ്യത്യസ്തമായ ചിലത് കാണും എന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ വാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സമ്മതിക്കാവുന്ന പദത്തിൽ ഒരു വ്യത്യസ്തമായ സ്നാനത്തിന്റെ അല്ലെങ്കിൽ സന്ദർഭമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ധ്വനി അതിൽ കാണാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ വിഷയത്തിൽ. എന്തായിരുന്നാലും യേശു ആ സ്നാനം സ്വീകരിക്കുന്നതായിട്ട്, സകല നീതിയും നിവർത്തിക്കാൻ വേണ്ടി ആ സ്നാനം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേ വിഷയം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാക്യം 2-3 വാക്യത്തിൽ മാത്രം ഒതുക്കുകയാണ്. 1-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. യേശു ഗലീലെ നാസറത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, സ്വർഗത്തിലൊരു ശബ്ദമുണ്ടായി എന്ന് മർക്കോസ് അവിടെ രേഖപ്പെടുത്തുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിലാണ് യേശുവിന്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അവിടെ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്ന്, നീ എന്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായതായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ ഈ സിനോപ്റ്റിക് ഗോസ്പൽ സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം ഈ നിലകളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് സ്നാനമേൽക്കുന്ന ഒരു സംഭവമല്ല അവിടെ കാണുന്നത്. അതൊരു പിന്നീട് യോഹന്നാൻ സ്നാപകൻ ആ വിഷയത്തെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ നമുക്ക് ആ കാര്യത്തെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ഈ 3 സ്ഥലങ്ങളിലും, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ, സമവീക്ഷണ സുവിശേഷങ്ങളിൽ, സിനോപ്റ്റിക് ഗോസ്പലിൽ ഈ സ്നാനത്തിന് ശേഷം യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് നടത്തപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ മർക്കോസിന്റെ സുവിശേഷത്തിലും എല്ലാ നിലകളിലും 3 സുവിശേഷങ്ങളിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉപവാസത്തോടെ 40 നാൾ അവിടെ ഉപവാസത്തോടു കൂടി മരുഭൂമിയിലായിരുന്ന സന്ദർഭമാണ് ഈ 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് പലരും ഒരു സംശയമായിട്ടും ചോദിക്കാറുള്ള ഒരു ചോദ്യവും കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ, ഇതാ ലോകത്തിന്റെ, എന്ന് വെച്ചാൽ യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1-ാം അധ്യായം, യോഹന്നാൻ 1-ാമത്തെ അധ്യായം അതിന്റെ 29-30 വാക്യം, 29-ാമത്തെ വാക്യം, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നു. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സ്നാനത്തിന്റെ സന്ദർഭം ഇവിടെ പറഞ്ഞതിന് ശേഷം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ 2 ശിഷ്യന്മാരിൽ 2 പേരുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു അവരെ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന വിഷയമാണ്. അന്ത്രയോസിനെ ആദ്യം, പിന്നീട് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ പത്രോസ് പിന്നീട് ഫിലിപ്പോസിനെ തിരഞ്ഞെടുക്കുന്നതായിട്ട് 43-ാമത്തെ വാക്യത്തിലും കാണുന്നു. അതെല്ലാം പിറ്റേന്നാൾ എന്നാണ് പറയുന്നത്. ആ പിറ്റേന്നാൾ എന്നുള്ള പദം അവിടെ ഉള്ളത് കൊണ്ട് യേശുവിന്റെ സ്നാനത്തിന്റെ പിറ്റേന്നാളാണോ ഈ സംഭവം നടക്കുന്നതെന്നൊരു സ്വാഭാവിക സംശയം, ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റു സ്ഥലങ്ങളിൽ, സിനോപ്റ്റിക് ഗോസ്പലിൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നാനത്തിന് ശേഷം നേരെ യേശു ഉപവാസത്തിന് വേണ്ടി അല്ലെങ്കിൽ
പിശാചിനെ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു പിറ്റേനാൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അന്ത്രയോസ്, പത്രോസ്, ഫിലിപ്പോസ് തുടങ്ങി ഇങ്ങനെ ആളുകളെ കാണുന്നു. പിന്നെ നഥനയേലിനെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നഥനയേൽ എന്ന് പറയുമ്പോൾ ബർത്തലോമായി എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യനാണെന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് നഥനയേൽ എന്നുള്ള വ്യക്തിയെ കാണാം, ബർത്തലോമായി എന്ന യേശുവിന്റെ ശിഷ്യനെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നഥനയേൽ എന്നുള്ള വ്യക്തിയെ കാണുന്നില്ല, മറിച്ച് ബർത്തലോമായി എന്ന വ്യക്തിയെ അവിടെ ആ ഭാഗങ്ങളിൽ കാണുന്നുമുണ്ട് എന്നതുകൊണ്ട് നഥനയേൽ തന്നെയായിരിക്കും ബർത്തലോമായി എന്ന സ്വാഭാവികമായ ചിന്ത ഉടലെടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്നാനത്തിന് ശേഷം പിറ്റേനാൾ ഇവരെ തിരഞ്ഞെടുക്കുന്നു എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഈ 3 സുവിശേഷങ്ങളിൽ അടുത്ത സ്നാനം കഴിഞ്ഞ ഉടനെ യേശു ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് പിശാചിനെ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പോകുന്നതായിട്ടും കാണുന്നു. എന്താണ് ഇത്, വൈരുദ്ധ്യമാണോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷെ അത് വൈരുദ്ധ്യമല്ല. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്നത്, യോഹന്നാൻ സ്നാപകൻ പറയുന്ന സാക്ഷ്യമാണ്. അത് അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. 31 വരെയുള്ള കാര്യങ്ങളിൽ 29 മുതൽ ഉള്ള വാക്യങ്ങളിൽ പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ 1:29 മുതൽ പിറ്റേനാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് യേശുവിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് യേശുവിനെ നേരിട്ട് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശു അവിടെ തന്നെ ഉണ്ട്. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയേ അവിടെ പറയുന്നുള്ളൂ. അതിനുശേഷം 32-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ 31-ാമത്തെ വാക്യത്തിനും 32-ാമത്തെ വാക്യത്തിനും ഇടയിൽ യേശുവിന്റെ സ്നാനം നടന്നു കഴിഞ്ഞു. ആ കാര്യം, ആ സ്നാനം നടന്ന ആ സംഭവം ആസ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ ഇവിടെ പരാമർശിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സ്നാനം 31-ാമത്തെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യേശു അവിടെ എത്തിച്ചേരുന്നതായിട്ട് യോഹന്നാൻ അവനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടും കാണുന്നു. അതിനുശേഷം 32-ാമത്തെ വാക്യം പിന്നീട് യേശുവിന്റെ സ്നാനം നടന്നതിന് ശേഷം ഒരു സാക്ഷ്യമായിട്ട് പിന്നീട് യോഹന്നാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ ഈ പറയുന്ന 40 ദിവസത്തെ ഉപവാസം, യേശുവിന്റെ സ്നാനം നടക്കുന്നു, അതിനുശേഷം 40 ദിവസത്തെ ഉപവാസം, പിശാചിനെ പരീക്ഷിക്കപ്പെടുന്ന വിഷയങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ യോഹന്നാൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിന്റെ പിറ്റേനാൾ എന്ന് വേണം നമ്മൾ 35-ാമത്തെ വാക്യത്തിലെ പിറ്റേനാളും 43-ാമത്തെ വാക്യത്തിലെ പിറ്റേനാളും മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ പിറ്റേനാൾ എന്ന് വെച്ചാൽ ഈ സംഭവം, യോഹന്നാൻ ഈ ഇൻസിഡന്റ് സാക്ഷ്യമായി പ്രസ്താവിക്കുന്നതിന്റെ പിറ്റേനാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ 2 പേരുമായിട്ട് നിൽക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുശേഷം അതിന്റെയും പിറ്റേനാൾ 43-ാമത്തെ വാക്യത്തിൽ പറയുന്ന പിറ്റേനാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഫിലിപ്പോസിനെ കണ്ട കാര്യം അതിന്റെ പിറ്റേനാൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ കൺഫ്യൂഷൻ ആ നിലകളിൽ തീരുവാൻ ഇടയായിത്തീരും. അപ്പോൾ സ്നാനത്തെക്കുറിച്ച്, യേശുവിന്റെ സ്നാനത്തെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ തന്നെ ഇവനെന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദമുണ്ടായതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു യഹൂദ പശ്ചാത്തലവും ആ നിലകളിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 30-ാമത്തെ വയസ്സിലാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഏതു യഹൂദനെ സംബന്ധിച്ചിടത്തോളവും ഈ 30-ാമത്തെ വയസ്സൊരു പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഒരു പക്വതയിലേക്ക് വരുന്ന, കാര്യഗൗരവത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ചുമതലകളും അതുപോലെ പ്രാരാബ്ധങ്ങളും ഒക്കെ പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ നിലകളിൽ ഒരു അംഗീകൃതമായ നിലകളിൽ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് 30-ാമത്തെ വയസ്സിനെ യഹൂദർ പൊതുവെ കാണുന്നു. ഈ 30-ാമത്തെ വയസ്സാകുമ്പോൾ ഏതൊരു യഹൂദനും തന്റെ പുത്രനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, ജനസമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവൻ എൻ്റെ മകനാണ്, ഇവൻ എൻ്റെ പുത്രനാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വേളയും കൂടിയാണ്. അതിന് ചില സദ്യകളും അതുപോലെ ചെറിയ ആഘോഷങ്ങളും എല്ലാം അതിൻ്റെ അകമ്പടിയായിട്ട് ഉണ്ട് എന്നതും പൊതുവെ ചരിത്രം പഠനത്തിൽ നമുക്ക് അതിൻ്റെ പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. എന്ന് വെച്ചാൽ
ഈ വ്യക്തി, ഒരു യഹൂദൻ തന്റെ പുത്രനെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇനി മുതൽ ഞാൻ വരേണ്ട സ്ഥാനത്ത് എൻ്റെ പുത്രൻ വന്നാൽ മതിയാകും. എൻ്റെ പുത്രൻ വന്നാലും എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുവോ അതേ ഉത്തരവാദിത്വം എൻ്റെ പുത്രന് ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ പരസ്യ പ്രഖ്യാപനവും കൂടിയാണ് ആ ഒരു വേദി എന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പരസ്യ പ്രഖ്യാപനം നടത്താൻ തക്കവണ്ണം ഭൂമിയിലെ അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ വളർത്തപ്പൻ എന്ന നിലയിൽ യോസേഫ് അല്ല അതിനു വേണ്ടി തുനിയുന്നത്, മറിച്ച് കർത്താവ് യേശു ക്രിസ്തു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നുവോ അത് യോസേഫ് എന്ന പിതാവിന്റെ ഇഷ്ടം ചെയ്യാനല്ല, അല്ലെങ്കിൽ മറിയ എന്ന മാതാവിന്റെ ഇഷ്ടം ചെയ്യാനല്ല, മറിച്ച് സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിതാവാം ദൈവം തന്നെ യേശുവിനെ അല്ലെങ്കിൽ തൻ്റെ പുത്രനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ആ വിഷയം. അതുകൊണ്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രഖ്യാപനം അവിടെ പിതാവാം ദൈവം പരസ്യ പ്രഖ്യാപനമായിട്ട് നടത്തുന്നതായിട്ട് കാണാം. യോഹന്നാൻ അത് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ലോകത്തോട് ആ ഗംഭീര പ്രഖ്യാപനം നടത്തിയതിൻ്റെ ശേഷം തന്നെയാണ് യേശുക്രിസ്തു പരസ്യമായിട്ട് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ ഇടയായിത്തീർന്നത് എന്നതും കൂടി ആ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനുശേഷം നേരെ യേശു നടത്തപ്പെട്ടത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ആണ് യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടത് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അത് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലും അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ ഈ ഉപവാസത്തെ സംബന്ധിച്ചോ പിശാചിനെ പരീക്ഷിക്കപ്പെടുന്ന വിഷയത്തെക്കുറിച്ചൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സമവീക്ഷണ സുവിശേഷങ്ങൾ ഇത് വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നു, അതിന്റെ 1-ാമത്തെ വാക്യം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഈ മരുഭൂമി എന്നത് 2 തരത്തിൽ ബൈബിളിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ മരുഭൂമി എന്ന പദപ്രയോഗം 2 തരത്തിലാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വിൽഡർനെസ് എന്നുള്ള നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റൊന്ന് ഡെസേർട്ട് എന്നുള്ള നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ മരുഭൂമി, നിർജ്ജന പ്രദേശം, ജനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലം അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കാത്ത സ്ഥലം എന്ന നിലയിൽ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. സാധാരണ മരുഭൂമി എന്ന് പറയുമ്പോൾ അത് മണലാരണ്യം നിറഞ്ഞ ഊഷരഭൂമിയായിട്ടുള്ള നിലയിൽ ഒരു ചെടിയും വളരാത്ത അല്ലെങ്കിൽ മരങ്ങളില്ലാത്ത അത്തരം ചൂട് മാത്രമുള്ള വെയിൽ മാത്രമുള്ള മണലാരണ്യം എന്ന നിലയിൽ മാത്രമല്ല ആ മരുഭൂമി എന്നൊരു പ്രയോഗമുള്ളത് എന്നത് മനസ്സിലാക്കുക. ദാവീദിനെ കുറിച്ച് തന്റെ ജ്യേഷ്ഠന്മാർ, ദാവീദ് പടയുടെ അല്ലെങ്കിൽ ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് ഇശായിയുടെ കൽപ്പന പ്രകാരം തൻ്റെ ജ്യേഷ്ഠന്മാരുടെ സ്നേഹാന്വേഷണം അന്വേഷിച്ചുകൊണ്ട് ദാവീദ് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ മരുഭൂമിയിൽ കുറെ ആടുകൾ ഉള്ളതിനെ വിട്ടേച്ച് പട കാണാനല്ലേ ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദാവീദിനെ കാണാം. അപ്പം മരുഭൂമിയിൽ ആടുകളെ മേയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ഏതാണ്ട് മണലാരണ്യത്തിൽ ആട് മേയിച്ചു എന്ന അർത്ഥം അതിന് വരുന്നില്ല, മറിച്ച് നിർജ്ജന പ്രദേശത്ത് മരങ്ങളുള്ള, ചെടികളുള്ള അല്ലെങ്കിൽ പുല്ലൊക്കെ ധാരാളം വളരുന്ന സ്ഥലം, മനുഷ്യരില്ല എന്ന് മാത്രമേ അതിന് അർത്ഥം വരുന്നുള്ളൂ. ആ നിലയിൽ മരുഭൂമി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ മോശയും മരുഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ച വിഷയത്തെക്കുറിച്ച് കാണുന്നു. എന്ന് വെച്ചാൽ ഈ ആടുകളെ മേയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും പറയുന്നു യേശു മരുഭൂമിയിൽ ആയിരുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു എന്ന പദം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. 1-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-13 വാക്യമാണ്. 12-13 വാക്യങ്ങൾ അവിടെ കാണുന്നു. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ആത്മാവ് നിർബന്ധിച്ചു എന്ന് പറയുന്ന പദം അവിടെയാണുള്ളത്. നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ
കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു എന്ന് കാണാം. കാട്ടുമൃഗങ്ങളോടുകൂടി, മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു എന്ന പദം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളുണ്ട്. ആ സ്ഥലത്ത് ഒരു നിർജ്ജന പ്രദേശം, മനുഷ്യവാസമില്ലാത്ത സ്ഥലം എന്ന നിലയിലാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ പിശാച് വന്നു അവനെ പരീക്ഷിക്കുന്നതായിട്ട് കാണാം. ഈ മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ കാണുന്നത് ആ സമയത്ത് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം കാട്ടുമൃഗങ്ങളുടെ ആയിരുന്നു എന്ന് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരീക്ഷിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് 4-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും 4-ാമത്തെ അധ്യായമാണ്, ലൂക്കോസിന്റെ സുവിശേഷത്തിലും 4-ാമത്തെ അധ്യായമാണ്. അവിടെ കാണുന്നു പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് കാണുന്നു. അപ്പോൾ 40 ദിവസവും പരീക്ഷിച്ചു. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ 40 ദിവസവും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ ആ അവസാന സമയമായപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും യേശുവിന് അടുത്ത് വന്ന്, ഒരു അകലം പാലിച്ച് ഒരുപക്ഷെ യേശുവിനെ പിശാച് പലതരത്തിലുള്ള പരീക്ഷകൾ ഈ 40 ദിവസവും സ്വാഭാവികമായിട്ടും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഈ അവസാന ഘട്ടത്തിൽ പരീക്ഷകൻ അടുത്തു വന്നു എന്ന് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു ആ കാര്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രതിവചിച്ചത് നമുക്ക് വചനത്താൽ പിശാചിനെ ജയിച്ചതായിട്ട് കാണാം. ഇതൊക്കെ മുന്നമേ യേശുവിന്റെ ദൈവത്വം എന്ന് പറയുന്ന വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമായതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. കാരണം നീ ദൈവപുത്രൻ എങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ യേശു പ്രതിവചിക്കുന്നത് ആവർത്തന പുസ്തകം 8:3 വെച്ചാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാണ് പ്രതിവചിക്കുന്നത്, അതിന് മറുപടി കൊടുക്കുന്നത്. അതായത് ദൈവപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നല്ല പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം, മനുഷ്യന് വേണ്ടി തന്നെ എഴുതപ്പെട്ട, മനുഷ്യന് വേണ്ടി കൊടുക്കുന്ന ഉപദേശം അതേ നിലയിൽ തന്നെ താനൊരു മനുഷ്യപുത്രൻ എന്ന നിലയിൽ സ്വയം എപ്പോഴും പ്രസ്താവിച്ചിട്ടുണ്ട്. യേശുവിന്റെ പ്രസ്താവനകൾക്ക് ഒന്നും കൂടെ ആക്കം കൂട്ടുന്നതാണ് ഈ ഒരു പ്രസ്താവം. അതുകൊണ്ട് ആ വാക്ക് ആ നിലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 3 പരീക്ഷണങ്ങളാണ് പിശാച് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം അപ്പം എന്ന് പറയുന്ന വിഷയം ഇവിടെ പ്രധാന വിഷയമാണ്. കാരണം ആദാം പരാജയപ്പെട്ട വിഷയമാണ് ഭക്ഷണ സംബന്ധമായ വിഷയം എന്ന് പറയുന്നത്. പഴം അല്ലെങ്കിൽ വിലക്കപ്പെട്ട കനി, അതൊരു ഭക്ഷണമാണ്. ഭക്ഷണ പദാർത്ഥത്തിലാണ് പിശാച് പരീക്ഷണം ആദ്യമായിട്ട് 1-ാമത്തെ ആദാമിനെ സംബന്ധിച്ച് കൊണ്ടുവന്നത്. ഒടുക്കത്തെ ആദാം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനും ഭക്ഷണ വിഷയത്തിൽ തന്നെയുള്ള പരീക്ഷണം ഇവിടെ നടത്തപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ആദാം ഒരു പരാജയമായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം ഈ വിഷയത്തിൽ ഒരു ജയം പ്രാപിച്ച, വചനത്താൽ ജയം പ്രാപിച്ച സ്ഥിതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വചനം, അതായത് ആവർത്തന പുസ്തകം 8:3 അവിടെ കർത്താവായ യേശു ക്രിസ്തു എടുത്ത് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. 2-ാമത്തെ പരീക്ഷ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് ദൈവാലയത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി, ദൈവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തിയിട്ട് അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടാൻ പറയുന്നു, നിന്നെ കുറിച്ച്. എന്നിട്ട് 91-ാം സങ്കീർത്തനത്തിലെ വാക്യം അവിടെ സാത്താൻ പിശാച് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറയുന്നത്, പിശാചിനോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇപ്പോൾ പരീക്ഷിക്കപ്പെടുന്ന ആരാണ്? യേശുവാണ്. പക്ഷെ ഇവിടെ യേശു പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഈ നിലകളിൽ തെളിയിക്കപ്പെടുന്ന ഒരു വാക്യവും കൂടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ സാക്ഷികളെ പോലുള്ള ആളുകൾ ഇതിനെ വികലമായ നിലകളിൽ വ്യാഖ്യാനിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ താഴോട്ട് ചാടിയാൽ, ഈ പിശാചിന്റെ വാക്ക് കേട്ട് താഴോട്ട് ചാടിയാൽ അത് യഹോവയായ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന നിലയിൽ വ്യാഖ്യാനിച്ചൊക്കെയാണ് അവർ ആ വാക്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്ത് തന്നെയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, ആ വാക്യം കൃത്യമായി, എന്നുവെച്ചാൽ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയുന്ന അതേ പദമാണ് ഇവിടെ തനിക്ക് വേണ്ടി യേശു ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ തെളിയിക്കുന്ന ഒരു വാക്യവും കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
മറ്റൊരു പരീക്ഷയാണ് എല്ലാ സ്ഥലങ്ങളിലെയും പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ലൂക്കോസ് സുവിശേഷം പറയുന്നത് ക്ഷണനേരത്തിൽ കാണിച്ചു എന്നാണ്, ക്ഷണത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ തീർച്ചയായും അത് അങ്ങനെ കാണിക്കാൻ, അത് അല്ലെങ്കിലും ആക്ഷരികമായി യേശുവിനെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് കാണിച്ചാലേ കാണൂ എന്നൊരു സ്ഥിതിയൊന്നും വരുന്നില്ല. പിശാച് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഒരു ദർശനമായിട്ടോ, ഇവരെല്ലാം പിശാച് ആത്മജീവി ആണ് എന്ന് നമുക്കറിയാം. ആ നിലകളിൽ അവന് കാണിക്കാൻ പറ്റുന്ന നിലകളിൽ അവനത് കാണിച്ചു കൊടുത്തു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. അപ്പോൾ യേശു ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, വീണ് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്കായിത്തീരും, ഇതെല്ലാം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അവൻ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ക്രൂശുമരണത്തിലേക്കൊന്നും പോകാതെ തന്നെ ഒന്ന് എന്നെ നമസ്കരിച്ചാൽ, അപ്പോൾ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇവൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. എല്ലാവരും ദൈവകുമാരനെ നമസ്കരിക്കുമ്പോൾ അവിടെ ഇവന് നമസ്കാരമില്ല, ഇവന് ആരാധനയില്ല, ഞാൻ അത്യുന്നതിനോട് സമനാകും, എന്നെ എല്ലാവരും ആരാധിക്കണം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് അവൻ പ്രസ്താവിച്ച പ്രസ്താവനകൾ നമുക്ക് യെശയ്യാപ്രവചനം 14 അതുപോലെ അതിന്റെ തുടർച്ചയായിട്ട് യെഹെസ്കേൽ പ്രവചനം 28 ഒക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സാത്താന്റെ ആഗ്രഹം അന്ന് ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നുവെന്നും ഏത് നിലയിലാണ് അവൻ അതുകൊണ്ട് തന്നെ ദൈവത്താൽ ബഹിഷ്കരിക്കപ്പെട്ട് അവൻ പിശാചായി മാറിയത് എന്ന വിഷയമൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയമായതുകൊണ്ട് കാലഘട്ടങ്ങൾ ശേഷവും അവന്റെ വീഴ്ചയ്ക്ക് ശേഷവും അവൻ ഇന്നും ഈ സമയത്തും ആഗ്രഹിച്ച കാര്യമെന്ന് പറയുന്നത് അവൻ ആരാധനയാണ് ആഗ്രഹിച്ചത്. വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അത്രമാത്രം മതി, ഇതെല്ലാം നിനക്കായി തീരും എന്ന് അവിടെ പിശാച് തൻ്റെ ആഗ്രഹം പിന്നെയും കാലഘട്ടങ്ങൾക്കിപ്പുറവും പ്രകടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ അവിടെയും യേശു വചനത്താൽ ജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കുക, ഈ 3 പരീക്ഷണങ്ങളിലും യേശു പിശാചിനെ ജയിച്ചത് വചനത്താലാണ്. ആദ്യത്തെ ഇതിൽ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 8:3 ഉദ്ധരിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്നു. അപ്പോൾ പിശാച് വചനം കൊണ്ട് കടന്നു വരുന്നതായിട്ട് കാണാം. അടുത്ത പരീക്ഷണത്തിൽ ദൈവാലയത്തിൽ നിന്ന് അഗ്രത്തിൽ താഴോട്ട് ചാടാൻ പറയുമ്പോൾ പിശാച് വചനം ഉദ്ധരിച്ച് 91 സങ്കീർത്തനത്തിന്റെ ഉദ്ധരണി എടുത്തുകൊണ്ടുവരുന്നു. നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വചനം കൊണ്ടുവരുന്നതായിട്ട് കാണാം. എന്നിട്ട് അപ്പോൾ തന്നെ യേശു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു പറഞ്ഞ് വചനം കൊണ്ട് തന്നെ തിരിച്ച് അതിന് മറുപടി കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം വീണ് നമസ്കരിക്കാൻ പറയുമ്പോഴും യേശു വചനം കൊണ്ട് അതിനെ എതിരിടുന്നതായിട്ട് കാണാം. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. തീർച്ചയായും പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ എങ്ങനെ ജയം പ്രാപിക്കാം എന്നുള്ളതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഈ മാതൃക എന്ന് പറയുന്നത്. സാത്താനെ ജയിക്കാൻ വചനം നമ്മുടെ ഉള്ളിൽ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് വചനത്താലാണ് നമ്മൾ പിശാചിനെ ജയിക്കേണ്ടത്, സാത്താന്റെ സർവ്വശക്തികളെ ജയിക്കേണ്ടത് എന്ന ഒരു ആശയം തീർച്ചയായിട്ടും അതിനുള്ളിൽ അന്തർലീനമാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ആ കാര്യം പ്രായോഗിക തലത്തിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. മറ്റൊരു പ്രധാനമായ ചോദ്യം സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടാം, ഈ പിശാചിന്റെ പുറകെ എന്തിനാണ് കർത്താവ് ഇവൻ വിളിക്കുമ്പോൾ ഇങ്ങനെ പോകാനിടയായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അത് ഒരുപക്ഷെ ആളുകൾ പലപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മറ്റൊരു കാര്യവുമില്ല. പ്രധാനമായും യേശു അങ്ങനെ പിശാച് വിളിക്കുന്നിടത്ത് പോയി എന്ന് പറയുന്ന നിലയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ആദാം പരാജയപ്പെട്ട ഇടത്ത് വിജയിച്ച് കാണിക്കാനാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ, അതിന്റെ ആഗമന ഉദ്ദേശം തന്നെ അതാണ്. കാരണം പിശാച് കൊണ്ടുപോയ സ്ഥലത്ത് ആദാം ഒരു പരാജയമായി തീർന്നു, അട്ടർ ഫെയിലിയർ ആയി തീർന്നു. എന്നാൽ അതേ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് വേണം ആ കാര്യങ്ങൾ ഒടുക്കത്തെ ആദാം അത് ജയിച്ച് കാണിക്കാൻ. അതുകൊണ്ട് പിശാച് വശീകരിച്ച് പഴത്തിന്റെ അടുക്കിലേക്ക്, ഫലത്തിന്റെ അടുക്കിലേക്ക് പിന്നീടും പല പരീക്ഷണങ്ങൾ
പിശാചിനാൽ മനുഷ്യൻ വശീകരിക്കപ്പെട്ട് അവൻ്റെ പിന്നാലെ സഞ്ചരിച്ചാണ് എല്ലാ പാപങ്ങളും മനുഷ്യൻ എക്കാലവും ചെയ്തിട്ടുള്ളത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളവും പിശാച് പറയുന്ന അതേ പാതയിലൂടെ തന്നെ പോയാലും വീഴ്ച സംഭവിക്കുകയില്ല. അങ്ങനെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ട് എന്നത് തെളിയിക്കേണ്ടത്, അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്നുള്ളത് തെളിയിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പിശാചിൻ്റെ ഇത്തരം പരീക്ഷണങ്ങളിൽ ഒടുക്കത്തെ ആദാം ഒരു ജയിച്ച് ജയാളിയായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ കാണിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം, ആ പ്രയോഗം നമുക്ക് ലോകരാജ്യങ്ങളെ മുഴുവൻ കാണിച്ചു എന്ന് പറയും. ഇപ്പൊ ഈ ലോകരാജ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. തീർച്ചയായിട്ടും ഇവിടെ ലോകരാജ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സകല രാജ്യങ്ങളും പിശാചിന് ആ നിലകളിൽ കാണിച്ചിരിക്കാം. അല്പജീവി എന്ന നിലയിൽ അവര് ചില അത്ഭുത പ്രകടനങ്ങളൊക്കെ നടത്തി തീർച്ചയായിട്ടും സകലതും കാണിച്ചു കൊടുക്കാൻ അതിന്റെ മഹത്വവും ക്ഷണനേരത്തിൽ കാണിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് കൊണ്ട് ആ നിലകളിൽ കാണിച്ചിരിക്കാം എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. എങ്കിലും ഈ ലോകം എന്നുള്ള പദപ്രയോഗമൊക്കെ അത് സർവ്വലോകത്തെയും ഉദ്ദേശിച്ചല്ല പലപ്പോഴും പല സ്ഥലത്തും ഉള്ളത് എന്ന ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയുകയാണ്. നമ്മുടെ വിഷയമായിട്ട് അത്ര കണ്ട് ബന്ധമുള്ള വിഷയമല്ലെങ്കിലും പഠനം ആയതുകൊണ്ട് ആ ഒരു പദപ്രയോഗം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സർവ്വലോകത്തെ ഉദ്ദേശിച്ചൊന്നുമല്ല എന്നതും മനസ്സിലാക്കാൻ വേണ്ടി 1-2 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 41-ാമത്തെ അധ്യായം അതിൻ്റെ 56-57 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. അതായത് യോസേഫിന്റെ ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ മിസ്രയീമിൽ യോസേഫ് മുന്നമേ ഈ ക്ഷാമം മുൻകൂട്ടി തനിക്ക് ദർശനമായിട്ട് ലഭിച്ചതുകൊണ്ട് ഈ ആ സ്ഥലത്ത് താൻ സംഭാര നഗരങ്ങളെ ഒക്കെ അതിനെയൊക്കെ പണിതും ആ ധാന്യങ്ങൾ ശേഖരിച്ച് അടുത്ത 7 വർഷത്തേക്ക് വരാനിരിക്കുന്ന ക്ഷാമത്തിന് മുൻകരുതലായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന അതിൻ്റെ 41-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 56-57 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. മിസ്രയീമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഈ ലോകം മുഴുവനുള്ള സകല 200 ചില്ലറ രാജ്യങ്ങളെല്ലാം കൂടെ യോസേഫിന്റെ അടുക്കൽ വന്നു എന്നതിന് ഒരിക്കലും അർത്ഥമില്ല. അവിടെ പരിസരത്തുള്ള പ്രദേശങ്ങൾ മാത്രം, ആ രാജ്യത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ഇവിടെ ഭൂമിയിലെങ്ങും ഭൂതലത്തിലെങ്ങും എന്ന് ഉള്ള പ്രയോഗം നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത്. അതുപോലെ എസ്രായുടെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ പാർസി രാജാവായ കോരശ് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവം ഇങ്ങനെ കാണുന്നു. യഹോവയായ ദൈവം എനിക്ക് ലോകത്തിലെ സകല രാജ്യങ്ങളും തന്നിരിക്കുന്നു, അവകാശമായി ദാനം തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ലോകത്തിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു എന്നാണ് താൻ പ്രസ്താവിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്കറിയാം ലോകത്തിലെ സകല രാജ്യത്തിൻ്റെയും അധികാരിയായിട്ട് ഈ പാർസി രാജാവായ കോരശ് ഇരുന്നിട്ടില്ല. പേർഷ്യൻ സാമ്രാജ്യം മാത്രമായിരുന്നു തൻ്റെ ഭരണത്തിൻ്റെ കേന്ദ്രത്തിൽ കീഴിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും ഉള്ള ആളുകൾക്ക് ശുഭം വരട്ടെ എന്നൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് എഴുതുന്നത് നെബൂഖദ്നേസറിന്റെ രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തിലെ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സർവ്വഭൂമി എന്നൊക്കെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാണാം, ലോകം എങ്ങും പേർവഴി ചാർത്തേണ്ടതിന് അവിടെ സെൻസസ് എടുക്കാൻ വേണ്ടി അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതും ലോകമെങ്ങും പേർവഴി ചാർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ റോമൻ ചക്രവർത്തി അല്ലെങ്കിൽ റോമൻ ഭരണകൂടത്തിന്റെ അതിരുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, റോമൻ സാമ്രാജ്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ വരുമോ അതിൽ മാത്രമുള്ള ആളുകളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് അക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയൊന്നും അതിനകത്ത് ആ സമയത്ത് പെടുന്നതല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ലോകമെങ്ങും പേർവഴി ചാർത്തണമെന്നുള്ള കാര്യം അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ
ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം വചന പഠനം നമ്മൾ നടത്താൻ എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരുഭൂമി എന്ന് പറയുന്നത് വിൽഡർനെസ് എന്ന നിലയിലും പ്രസ്താവിച്ചിട്ടുണ്ട്, അതേസമയം ഡെസേർട്ട് എന്നുള്ള നിലയിലും പ്രസ്താവിച്ചിട്ടുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് നിർജ്ജന പ്രദേശം, ജനങ്ങളില്ലാത്ത ജനവാസമില്ലാത്ത സ്ഥലത്തിന് മരുഭൂമി എന്ന് ബൈബിളിൽ പരാമർശമുണ്ട്. അതോടൊപ്പം തന്നെ മണലാരണ്യം, ആ നിലകളിലും മരുഭൂമി എന്ന പദം ഉദ്ദേശിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പരമപ്രധാനമായിട്ട് യേശുക്രിസ്തുവിന്റെ സ്നാനത്തിന്റെ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. സ്നാനത്തിൽ യേശു അത് യോഹന്നാൻ കഴിപ്പിച്ച മാനസാന്തര സ്നാനം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായ ഒരു സ്നാനമായിട്ട് യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ ആ കാര്യം വ്യത്യസ്തമായി വെളിപ്പെടുന്നതായിട്ട് കാണാം. അവിടെ ത്രിയേകത്വം സമ്മേളിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്നാനം എന്ന് പറയുന്നത് ത്രിയേകത്വത്തിലുള്ള സ്നാനമാണ്. യേശു വിഭാവനം ചെയ്ത സ്നാനം അതാണ്. പിതാവിൻ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ എന്നാണ് യേശുവിന്റെ കൽപ്പന. അത് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ അവസാന 3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ എന്ന നിലയിൽ നമുക്ക് ആ ഭാഗം കാണാൻ സാധിക്കുന്നു. അപ്പോൾ യേശു വിഭാവനം ചെയ്തതും യേശു പ്രസ്താവിച്ചതും യേശു തന്റെ തിരുവായ്മൊഴിഞ്ഞ് സംസാരിച്ചതുമായ സ്നാനം എന്ന് പറയുന്നത് ത്രിയേകത്വത്തിലുള്ള സ്നാനം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ചിലയിടങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന പദം ഉള്ളതുകൊണ്ട് നമുക്ക് അത് യേശുവിന്റെ നാമത്തിൽ മാത്രമാണ് സ്നാനം കൊടുത്തത് എന്ന് യേശുനാമക്കാര്, അതുപോലെ വണ്ണസ് പെന്തക്കോസ്തൽ എന്ന് പറയുന്ന അവിഭാഗക്കാരൊക്കെ പൊതുവെ പരാമർശിക്കാറുണ്ടെങ്കിൽ തന്നെയും അത് സ്വാഭാവികമായിട്ടും യേശുക്രിസ്തുവിന്റെ സ്നാനം, വിവിധ സ്നാനങ്ങൾ ഉള്ളതുകൊണ്ട് അതിനിടയിൽ യേശുവിന്റെ സ്നാനം അത് വേറിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരാമർശമായിട്ട് മാത്രമാണ് നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അപ്പോസ്തലപ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുന്ന സ്നാനം എന്ന അതേത്, ആ നിങ്ങൾ ഏറ്റ സ്നാനം ഏതെന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരോട് അവരേറ്റ മാനസാന്തര സ്നാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഏറ്റ സ്നാനം എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം പൗലോസ് ചോദിക്കുന്നത് ഇതാണ്, അപ്പോൾ നിങ്ങൾ ഏറ്റ സ്നാനം ഏതായിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എന്ന പദം കേൾക്കാത്ത സ്നാനം അത് ഏത് സ്നാനമാണ് നിങ്ങൾ ഏറ്റത് എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് എന്ന പദം കേൾക്കുന്ന സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്നാനമാണ്. അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു പറയുന്ന സ്നാനം അത് യേശു വിഭാവനം ചെയ്ത സ്നാനമായതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന പരാമർശം നമുക്ക് ചിലയിടങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ 7 സ്ഥലങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു നാമവും പറയാത്ത സ്നാനങ്ങളെ കുറിച്ചും കാണുന്നുണ്ട്. ഒരു നാമവും അവിടെ പ്രത്യേകം പറയുന്നില്ല. അതല്ല യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ ആ നാമത്തിൽ പെടുത്തുന്ന സ്നാനം തന്നെയാണ് അവിടുത്തെ പരാമർശം യഥാർത്ഥത്തിൽ. പക്ഷേ അവിടെ ആ നിലകളിൽ പരാമർശിച്ച ഒരു നാമവും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുക. യേശു വിഭാവനം ചെയ്ത സ്നാനം അത് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ എന്ന് ശിഷ്യരോട് പ്രഖ്യാപിക്കുന്ന, കൽപ്പനയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ സ്നാനം തന്നെയാണ് യഥാർത്ഥ സ്നാനമായിട്ട് കാണുന്നത്. യേശു ഏറ്റ സ്നാനത്തിൽ ഈ ത്രിയേകത്വം സമ്മേളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു യോഹന്നാന്റെ കൈക്കീഴിൽ മാനസാന്തര സ്നാനമാണ് കഴിപ്പിക്കപ്പെടുന്നതെങ്കിൽ തന്നെയും ആ സ്നാനത്തിലും ത്രിയേകത്വം വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിതാവാം ദൈവം, പുത്രനായ യേശുക്രിസ്തു നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ വെളിപ്പെടുന്നു. ഈ നിലകളിൽ യോഹന്നാന്റെ സ്നാനം അവിടെ നടക്കുമ്പോൾ പോലും, യോഹന്നാൻ കഴിക്കുന്ന മാനസാന്തര സ്നാനം യേശുവിനെ അവിടെ ഏൽക്കുമ്പോൾ പോലും ത്രിയേകത്വം ആ സ്നാനത്തിൽ വെളിപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ അതിനു മുമ്പോ യേശുവിന് ശേഷമോ മറ്റൊരു സ്ഥലത്തും യോഹന്നാൻ ഈ നിലകളിലുള്ള സ്നാനത്തിന്റെ ഒരു സന്ദർഭം ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ത്രിയേകത്വം വെളിപ്പെടുന്ന ഏക സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ അവിടെ സ്നാനം ഏൽക്കുമ്പോൾ വെളിപ്പെടുന്ന ആ സ്നാനമാണ് നമുക്ക് അവിടെ കാണാൻ കൊണ്ട് സാധിക്കുന്നത്. യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിക്കുമ്പോൾ പിന്നീട് യേശു വിഭാവനം ചെയ്ത സ്നാനം എന്ന് പറയുന്നത് ത്രിയേകത്വത്തിലുള്ള സ്നാനം തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ കഴിപ്പിച്ച മാനസാന്തര സ്നാനം ഏറ്റ യോഹന്നാന്റെ ശിഷ്യന്മാരോട് തന്നെ അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അവരെ വീണ്ടും സ്നാനം ഏൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണെന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം പരീശന്മാരും
ശാസ്ത്രിമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വ്യർത്ഥമാക്കി തീർത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആലോചന തന്നെയായിരുന്നു ഈ യോഹന്നാന്റെ മാനസാന്തര സ്നാനം. എന്നിരുന്നാൽ പോലും യേശുവിൽ വിശ്വസിച്ച ശേഷം ദൈവത്തിന്റെ ആലോചനയാണ് ഒരു കാലത്ത് ദൈവത്തിന്റെ ആലോചനയാണ് എന്നിരുന്നാൽ പോലും അത് അസാധുവായിട്ട് മാറുകയും യേശുക്രിസ്തു വിഭാവനം ചെയ്ത പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം ഏൽക്കേണ്ടത് അനിവാര്യമായ കാര്യമായിരിക്കുന്നു എന്നതും കൂടി ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. യേശുവിന്റെ സ്നാനം അവിടെ സംഭവിക്കുന്നത്, അതിനുശേഷം തുടർന്ന് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നതായിട്ട് കാണാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ ആത്മാവ് അതിനായിട്ട് നിർബന്ധിച്ചു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് യേശുക്രിസ്തുവിന്റെ ദൈവത്വവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ ഈ കാര്യം ചർച്ച ചെയ്ത വിഷയമാണ്. കാരണം ഒരു മനുഷ്യനെന്ന നിലയിലുള്ള ആ പരിമിതിയിൽ നിൽക്കുമ്പോൾ തന്നെ ആത്മാവ് നിർബന്ധിക്കേണ്ട സ്ഥിതി അവിടെ വരുന്നുണ്ട് എന്നതും നമ്മൾ ആ കാര്യത്തിൽ ചിന്തിപ്പാനിടയായത്. നമ്മെ എങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുമോ ഉദ്യമിപ്പിക്കുമോ അതുപോലെ തന്നെ ക്രിസ്തുവിനെയും നിർബന്ധിച്ചതായിട്ട് ഉദ്യമിപ്പിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു അല്ലെങ്കിൽ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടാൻ പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, താനൊരു മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് യേശു സ്വയം സംബോധന ചെയ്തത്. എന്നാൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുടെയും ദേഹരൂപമാണ് യേശു ക്രിസ്തു എന്നതും മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് വേണം ഈ വിഷയങ്ങളെല്ലാം ഒരുമിച്ച് പഠിക്കാൻ എന്നതും കൂടി ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കുക. ഈ ക്ലാസ്സിൽ എത്രത്തോളം സമയം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള വന്ദനവും നന്ദിയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ സമാധാന സമ്പുഷ്ടമായ ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.